അപ്പൊ ആ ടോപ്പിക്കിൽ നിന്ന് മോസ്റ്റ്ലി നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വരണം. വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ വരുന്ന ഒരു ടൈപ്പാണ് ഈ മൂന്ന് കമ്പോണന്റുകൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ അക്വാ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഇലക്ട്രോലൈസ് റെഫ്രിജറേറ്റർ ഉണ്ടെങ്കിലും അത് ഏതിൽ വരുന്നതാണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ്. സോ ഇന്നത്തെ എൻട്രി ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ സീരീസിൽ നമ്മൾ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ആ ടോപ്പിക്കിൽ നിന്ന് മോസ്റ്റ്ലി നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വരണം. ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ മെയിൻ ആയിട്ട് നോക്കാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. Okay. Question ഇതാണ്. In an electrolytic system, option A, ammonia is absorbent and water is refrigerant. Option B, lithium bromide is refrigerant and water is absorbent. Option C, water is refrigerant and lithium bromide is absorbent. Option D, ammonia is refrigerant and water is absorbent. അപ്പോൾ നമ്മൾ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ വരുന്ന ഒരു ടൈപ്പാണ് ഡൊമസ്റ്റിക് ഇലക്ട്രോലൈറ്റ്സ് റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പൊ നമുക്ക് ആദ്യം ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളാണ് ഒന്ന് അക്വാ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റം, രണ്ടാമത്തത് ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പൊ നമ്മുടെ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ RIC റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ രണ്ടെണ്ണമാണ് നമ്മളവിടെ പഠിക്കുന്നത്. വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റവും വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റവും, അല്ലെ? അപ്പൊ നമ്മുടെ റെഫ്രിജറേറ്റർ, നമ്മൾ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ഒക്കെ വർക്ക് ചെയ്യുന്നത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. VCRസിനെ പറ്റി നമുക്ക് മറ്റൊരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ കംപ്രസർ എന്ന് പറയുന്ന കമ്പോണന്റിനെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് കംപ്രസർ എന്ന് പറയുന്ന കമ്പോണന്റിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ജനറേറ്റർ, അബ്സോർബർ, പമ്പ്, ഈ മൂന്ന് കമ്പോണന്റുകൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമുക്കറിയാം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഇൻ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ആണ് കംപ്രസർ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ആ കംപ്രസറിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ജനറേറ്റർ, അബ്സോർബർ, പമ്പ്, ഈ മൂന്ന് കമ്പോണന്റുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഡിഫറെന്റ് കമ്പോണന്റ്സുകൾ നമ്മൾ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉള്ള ക്ഷാമമുള്ള സ്ഥലങ്ങളിൽ ഒക്കെയാണ് നമുക്ക് ഈ വേപ്പർ അബ്സോർപ്ഷൻ പണ്ട് കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ മോസ്റ്റ് കോമൺലി എല്ലായിടത്തും നമ്മൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് അക്വാ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റവും മറ്റൊന്ന് ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റം. ഇതൊക്കെ രണ്ട് ടൈപ്പ്, അക്വാ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റവും ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പോ ഇവിടെ നമ്മുടെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് അവിടെ റെഫ്രിജറന്റ് മാത്രമാണുള്ളത്, അല്ലെ? ഒരൊറ്റ വർക്കിംഗ് ഫ്ലൂയിഡ് ആണ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലുള്ളത്. കാരണം നമ്മുടെ സിസ്റ്റത്തിൽ ത്രൂ ഔട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ്, അതാണ് നമ്മുടെ റെഫ്രിജറന്റ്. റെഫ്രിജറന്റിനാണ് ഫേസ് ചേഞ്ചും കാര്യങ്ങളും എല്ലാം VCRS എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ VARS വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവിടെ മിനിമം രണ്ട് വർക്കിംഗ് ഫ്ലൂയിഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മിനിമം രണ്ട് വർക്കിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് റെഫ്രിജറന്റും മറ്റൊന്ന് അബ്സോർബന്റും. ഇപ്പൊ എല്ലാ ടൈപ്പിലും രണ്ട് വർക്കിംഗ് ഫ്ലൂയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൺ ഈസ് റെഫ്രിജറന്റ് ആൻഡ് അനദർ വൺ ഈസ് അബ്സോർബന്റ്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്വാ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അമോണിയയും അബ്സോർബന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്, വാട്ടർ. റെഫ്രിജറന്റ് അക്വാ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്, അമോണിയയാണ്. അബ്സോർബന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്, വാട്ടറിനെ. ഓക്കെ, അതായത് ഈ രണ്ട് വർക്കിംഗ് ഫ്ലൂയിഡിൽ ബോയിലിംഗ് പോയിന്റ് ഏതിനാണോ ഏറ്റവും കുറവ് അതാണ് നമ്മൾ എപ്പോഴും റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വർക്കിംഗ് ഫ്ലൂയിഡിൽ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളതാണ് നമ്മൾ എപ്പോഴും റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ളതാണ് നമ്മൾ എപ്പോഴും വാട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അക്വാ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയയാണ്, അബ്സോർബന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ. മറ്റൊരു ടൈപ്പ് അല്ലേ ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റം. അവിടെ റെഫ്രിജറന്റ് ആണ് വാട്ടർ, അബ്സോർബന്റ് ആരാണ്, ലിഥിയം ബ്രോമൈഡ് ആണ്. തിരിഞ്ഞു പോകരുത്. ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ആണ്, അബ്സോർബന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്, ലിഥിയം ബ്രോമൈഡിനെ.
ഇനി മൂന്നാമതൊരു ടൈപ്പാണ് ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്റർ, അതായത് ഡൊമസ്റ്റിക് ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്റർ, അല്ലെങ്കിൽ ത്രീ ഫ്ലൂയിഡ് സിസ്റ്റം എന്ന് നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടാറുണ്ട്. ത്രീ ഫ്ലൂയിഡ് സിസ്റ്റം, അതായത് നമ്മൾ എല്ലാ സോഷ്യൽ റിഫ്രിജറേഷൻ സിസ്റ്റത്തിലും മിനിമം 2 വർക്കിംഗ് ഫ്ലൂയിഡ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്ററിൽ നമ്മൾ 3 ഫ്ലൂയിഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ത്രീ ഫ്ലൂയിഡ് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 3 ഫ്ലൂയിഡുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് റെഫ്രിജറന്റ് ആണ്, മറ്റൊന്ന് അബ്സോർബന്റ് ആണ്, പിന്നെ നമ്മൾ എന്തുകൂടെ യൂസ് ചെയ്യുന്നു, ഹൈഡ്രജൻ ഗ്യാസും കൂടെ നമ്മൾ അവിടെ യൂസ് ചെയ്യും. ഓക്കെയാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റം. അക്വ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ ഒരു ടൈപ്പ് തന്നെയാണ് ആര്, ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്റർ. വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ 2 കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുള്ളൂ. ഒന്ന് അക്വ അമോണിയയും, രണ്ടാമത്തെ ലിഥിയം ബ്രോമൈഡ്. അക്വ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലുള്ള റെഫ്രിജറന്റും അബ്സോർബന്റും ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിലുള്ള റെഫ്രിജറന്റും അബ്സോർബന്റും ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്റർ ഉണ്ടെങ്കിലും അത് ഏതിൽ വരുന്നതാണ്, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അക്വ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെയും റെഫ്രിജറന്റ് ആരായിരിക്കും, അമോണിയ തന്നെയായിരിക്കും, അബ്സോർബന്റ് ആരായിരിക്കും, വാട്ടർ തന്നെയായിരിക്കും. പിന്നെ ഇൻ അഡീഷൻ ടു അക്വ അമോണിയ സിസ്റ്റം അതിനകത്ത് എന്തും കൂടെ ഉണ്ട്, ഒരു ഫ്ലൂയിഡ് കൂടെ ഉണ്ട്, അതേതാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ അമോണിയ റെഫ്രിജറന്റ് കൂളിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവാപറേറ്റിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഡൊമസ്റ്റിക് ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്റർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ത്രീ ഫ്ലൂയിഡ് അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് ബേസ് ചെയ്തുകൊണ്ട് ഈ 2 ടൈപ്പ് അക്വ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റം, ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റം, അതിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ് ആരാണ്, അബ്സോർബന്റ് ആരാണ്. പിന്നെ ഇലക്ട്രോണിക്സ് റെഫ്രിജറേറ്റർ ത്രീ ഫ്ലൂയിഡ് സിസ്റ്റം ആണ്, അത് ഒരു ടൈപ്പ് ഓഫ് അക്വ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അബ്സോർബന്റ് എന്ന് പറയുന്നത് വാട്ടർ തന്നെയാണ്, റെഫ്രിജറന്റ് എന്ന് പറയുന്നത് അമോണിയ തന്നെയാണ്. പിന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്, അവിടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നു ഇൻ ഓർഡർ ടു ഇൻക്രീസ് കൂളിംഗ് കപ്പാസിറ്റി ഓഫ് അമോണിയ റെഫ്രിജറന്റ്. അമോണിയ റെഫ്രിജറന്റ് ആ ഒരു നമ്മുടെ റെഫ്രിജറേഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഹൈഡ്രജൻ ഗ്യാസും കൂടെ റെഫ്രിജറേറ്ററിൽ നമ്മൾ സർക്കുലേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് VARS നിന്ന് മെയിൻ ആയിട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് സിസ്റ്റം, ഇലക്ട്രോലൈറ്റ് സിസ്റ്റത്തിൽ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈപ്പ് ഓഫ് അക്വ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റം അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ റെഫ്രിജറന്റ് ആരായിരിക്കും, അമോണിയ ആയിരിക്കും. അബ്സോർബന്റ് ആരായിരിക്കും, അബ്സോർബന്റ് എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. ഇത് തന്നെയല്ലേ അക്വ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നുണ്ട്, റെഫ്രിജറന്റ് അമോണിയ ആണ്, അബ്സോർബന്റ് വാട്ടർ ആണ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് അക്വ അമോണിയ റെഫ്രിജറേഷൻ സിസ്റ്റം ആണ്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസും കൂടെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ നമ്മൾ ത്രീ ഫ്ലൂയിഡ് സിസ്റ്റം എന്നാണ്. അപ്പൊ ആൻസർ ഏതാണ്, അമോണിയ ഇസ് റെഫ്രിജറന്റ് ആൻഡ് വാട്ടർ ഇസ് അബ്സോർബന്റ്. ഓപ്ഷൻ ഡി ആണ് അവിടെ റൈറ്റ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഓപ്ഷൻ സിയിൽ കണ്ടോ, വാട്ടർ ഇസ് റെഫ്രിജറന്റ് ആൻഡ് ലിഥിയം ബ്രോമൈഡ് ഇസ് അബ്സോർബന്റ്. ഇത് ഏതാണ്, ഇത് നമ്മുടെ ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിലാണ് അല്ലെ. ലിഥിയം ബ്രോമൈഡ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ വാട്ടർ ആണ് റെഫ്രിജറന്റ്, ലിഥിയം ബ്രോമൈഡ് ആണ് എന്ത്, അബ്സോർബന്റ്. അപ്പൊ ആ കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ മറ്റൊരു കൺസെപ്റ്റുമായി വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ.